മക്കളങ്ങനെ സ്വിമ്മിംഗ് ക്ലാസ്സിനൊക്കെ പോയതിന് ശേഷം ഞാൻ വന്നിട്ട് പതുക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അങ്ങനെ ചായയും ദോശയൊക്കെ കഴിച്ചിട്ട് ചിക്കൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ അതിൻ്റെ ഐസ് വിട്ട് കിട്ടിയിട്ടില്ല. എന്നാൽ പിന്നെ ആദ്യം ചോറ് വെക്കാനായിട്ട് ഞാൻ കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചു. എന്നിട്ട് അതിലേക്ക് അരി ഇട്ട് കൊടുത്തു. പിന്നെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ടുള്ള കാടമുട്ട ഞാൻ അരി വേവുന്നതിൻ്റെ ഒപ്പം തന്നെയാണ് വേവിച്ചെടുക്കാറുള്ളത്. അങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് പണി തീരുമല്ലോ. അപ്പോൾ അതിലേക്ക് ഞാൻ ആ മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ചിക്കൻ വെക്കാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 4-5 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ചിക്കന് കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചധികം നമ്മൾ സവാള എടുക്കണം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. ആദ്യം തന്നെ സവാള ഞാൻ തൊലി കളഞ്ഞ് ഇങ്ങനെ രണ്ടാക്കിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കും. എന്നിട്ടാണ് അതിങ്ങനെ ചെറുതായിട്ട് അരിയാനായിട്ട് എടുക്കാറില്ല. സവാള ആദ്യം തന്നെ ഇങ്ങനെ രണ്ടായി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണമെങ്കിൽ നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന വെള്ളത്തിന് കുറച്ച് കുറവുണ്ടായിരിക്കും. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ നമ്മുടെ കണ്ണ് നീറില്ല. ഇനി അതിലേക്ക് ആദ്യം തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ നമ്മൾ ശരിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന സവാളയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ വെച്ചാലും ഈ ചിക്കൻ കറി വീട്ടിൽ വെക്കുന്ന ഒരു ടേസ്റ്റിൽ എനിക്ക് തോന്നാറില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കാരണം എനിക്ക് ഈ അടുത്താണ് മനസ്സിലായത്. കുറച്ചധികം ക്ഷമ വേണം എനിക്ക് വിചാരിച്ച ആ ഒരു ടേസ്റ്റിലേക്ക് ചിക്കൻ കറി ആയി കിട്ടാനായിട്ട്. കാരണം ഈ സവാളയൊക്കെ നമ്മൾ ഇട്ടിട്ടുള്ളത് നന്നായി വാടി വെന്ത് അത് നന്നായി ഉടഞ്ഞിങ്ങനെ നല്ല നൈസായിട്ട് ഈ ഒരു കളറിലേക്ക് ആയി വരുമ്പോഴാണ് ഞാൻ വിചാരിച്ച ഒരു ചിക്കൻ കറിയുടെ ടേസ്റ്റ് എനിക്ക് ആവാറുള്ളത്. സവാള ഇട്ടതിൻ്റെ ഒപ്പം അതിലേക്ക് 2-3 പച്ചമുളകും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് നമുക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടിയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഉപ്പ് ഇതിലേക്ക് ലാസ്റ്റ് ആവശ്യത്തിന് ഞാൻ ചിക്കനും കൂടി ഇട്ടതിന് ശേഷമാണ് ചേർക്കാറുള്ളത്. പിന്നെ ഇതിലേക്കൊരു നല്ലപോലെ പഴുത്തൊരു തക്കാളി പിന്നെ കുരുകുരാ പോലെ ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ടതിന് ശേഷം ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ തക്കാളി വെന്തുടഞ്ഞ് വരണം. അങ്ങനെ എല്ലാം കൂടിയിട്ട് നല്ലൊരു പേസ്റ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ഈ ചിക്കനൊക്കെ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചിക്കനും കൂടി ഇട്ടതിന് ശേഷം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് വേപ്പിനെല്ലാം കൂടി ഇട്ടിട്ട് ലാസ്റ്റിലാണ് ഞാൻ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാറില്ല. ഇനി കുറച്ച് നേരം കൂടി തിളപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച എനിക്കിഷ്ടപ്പെട്ട രീതിയിലുള്ള ചിക്കൻ കറി റെഡി. അങ്ങനെ ചിക്കൻ കറി മാത്രം പോരല്ലോ, കുറച്ചും കൂടി അതിൻ്റെ കൂടെ ഭംഗിയാക്കാനായിട്ട് കുറച്ച് പപ്പടം കൂടി വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ചിന് ഇതൊക്കെയായിരുന്നു.